ഗുഡ് മോർണിംഗ് എവ്രി വൺ. ഇന്ന് ശിവഗംഗ ട്രക്ക് കാണാൻ പോവാണ്. കാണാനല്ല, ചെയ്യാൻ പോവാണ്. ഏർലി മോർണിംഗിലുള്ള ബാംഗ്ലൂരിൻ്റെ സ്ട്രീറ്റിൻ്റെ ഒരു വ്യൂ ആണ്. ഒന്നും അനക്കം വെച്ചിട്ടില്ല. 5 മണി ആകുമ്പോഴാണ് ഞങ്ങൾ തുടങ്ങുന്നത്. അങ്ങ് എത്തിക്കഴിഞ്ഞാൽ കുറച്ച് നല്ല ചൂടൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് രാവിലെ തന്നെ തുടങ്ങുന്നത്. തുംകൂർ സൈഡിലാണ് ഈ ട്രക്ക്. കുറേ അധികം സിംഗിൾ ഡേ പോകാൻ പറ്റുന്ന ട്രക്ക് ബാംഗ്ലൂരിൻ്റെ തുംകൂർ സൈഡിലൊക്കെയാണ്. ഞങ്ങൾ ഇടയ്ക്ക് സ്റ്റോപ്പ് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അതിൻ്റെയൊക്കെ വീഡിയോ ഒന്നും എടുക്കാൻ വിട്ടുപോയി. അങ്ങ് കാണുന്ന ആ മലയാണെന്നാണ് ഒരു വെപ്പ്. അതാണെന്ന് വിചാരിച്ചിട്ട് അതിനെ ലക്ഷ്യം വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. തുംകൂർ സൈഡിലുള്ള ലാൻഡ് പൊതുവെ ഇങ്ങനെ ഒരു ഭയങ്കര ഓപ്പൺ ബാരൻ ലാൻഡായിട്ടുള്ള ഉള്ളതാണ്. ഒന്നും അങ്ങനെ കാര്യമായിട്ട് ഇല്ല. കാടോ അങ്ങനെയൊക്കെ വളരെ കുറവാണ്. കുറേ ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള സ്ഥലമായിട്ടാണ് കാണാം. നല്ല ഹൈവേ ആണ് നമുക്ക് പോകുന്ന സ്ഥലം. അങ്ങനെ റോഡൊന്നും മോശമൊന്നുമില്ല. അപ്പോൾ കുറേ അധികം മുന്നോട്ട് പോയിട്ട് പിന്നെ നമ്മളൊരു ഹൈവേ എന്നൊരു ഡൈവേഷൻ എടുത്തു. എന്നാൽ പോലും റോഡൊക്കെ വളരെ നല്ല റോഡാണ്. നമ്മൾ മന്ദാരഗിരി ട്രക്കിന് പോയ ഏകദേശം അതേ റൂട്ടിലാണ്. അപ്പോൾ ഹൈവേയിൽ എല്ലാ ഫെസിലിറ്റീസും സംവിധാനങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടതും ഒക്കെ. നമ്മൾ കയറി പോകുമ്പോൾ കാണുന്ന ഒരു വ്യൂ ആണ്. ഒരു അമ്പലത്തിൻ്റെ ഗോപുരം പോലെയുള്ള അതിൻ്റെ ഉള്ളിലേക്ക് കൂടിയാണ് നമ്മൾ ട്രക്ക് തുടങ്ങുന്നത്. കയറുന്ന അവിടെ തന്നെ ഇങ്ങനെ ഒരു ദീപം കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഒരു ഹനുമാൻ്റെ ഒരു അമ്പലം, ഒരു സ്റ്റാച്യു ഉണ്ട് അതിൻ്റെ സൈഡിൽ. അതിന് ആ എൻട്രൻസ് കയറി കഴിഞ്ഞാൽ പിന്നെ ഫുൾ സ്റ്റെപ്സ് ആണ്. അപ്പോൾ ഇത് കയറി മുകളിലോട്ട് പോകുന്ന അവിടെ ഒരു അമ്പലമുണ്ട്. അതുകൂടാണ്ട് പിന്നെ കുറേ അധികം മുകളിലോട്ട് കയറിയിട്ട് അതിൻ്റെ ടോപ്പിൽ വേറൊരു അമ്പലവും കൂടി ഉണ്ട്. അങ്ങനെയാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ. അപ്പോൾ ആ അമ്പലത്തിലേക്ക് പോകുന്ന ഒരു ട്രക്കായിട്ടാണ് പൊതുവെ ഇതിനെ കാണുന്നത്. അപ്പം കർണാടകയിലുള്ള തനിക്കൊന്നും സ്പെഷ്യലി തുംകൂർ സൈഡിലൊക്കെ ഉള്ളവർക്ക് വളരെയധികം വിശ്വാസമുള്ള ഒരു അമ്പലമൊക്കെയാണ്. കുറേ ആൾക്കാർ വരും, പൂജ ചെയ്യും ഒക്കെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു ആ സമയത്ത് നമ്മൾ പോയപ്പോൾ. കയറാൻ തുടങ്ങുമ്പോൾ തന്നെ മനസ്സിലായി ഒരു ഈസി ട്രക്ക് അല്ല എന്ന്. കാരണം ആ സ്റ്റെപ്സ് തന്നെ ഭയങ്കര സ്റ്റീപ്പായിരുന്നു. അപ്പോൾ ഇതൊരു മോഡറേറ്റ് ഡിഫിക്കൽട്ടി ഉള്ള ട്രക്കാണ്. നല്ല നല്ല സ്റ്റീപ്പായിട്ടുള്ള സ്ഥലമാണ്. ഇങ്ങനെ പോകുന്ന വഴിക്കൊക്കെ ഇങ്ങനെ ഒരു അമ്പലത്തിൻ്റെ മുന്നെയൊക്കെ വലിയ പ്രതാപകാലത്ത് വളരെ നന്നായി മെയിൻറ്റെയിൻ ചെയ്തിരുന്ന ഒരു അമ്പലമായിരിക്കണം. അതിൻ്റെ കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ തരത്തിലൊക്കെ ഉണ്ട്. അങ്ങനെ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ആ സ്ഥലം ഒന്നും മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. സാധാരണ നമ്മൾ അമ്പലത്തിൻ്റെ അടുത്തൊക്കെ കാണുന്ന പോലെ ഇങ്ങനെ കുറേ പ്ലാസ്റ്റിക് ഇതൊക്കെ കൊണ്ടുപോയി, പൂജക്കുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോയി അതിൻ്റെ പ്ലാസ്റ്റിക് വേസ്റ്റൊക്കെ അവിടെ ഇട്ടിട്ട് അങ്ങനെയൊക്കെ മോശമാക്കിയിട്ടുണ്ട്. അതുകൂടാണ്ട് കുറച്ചൊക്കെ അത് അമ്പലത്തിൻ്റെ ആ സാധനങ്ങളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞൊക്കെ പോയിട്ടുണ്ട്. അതൊന്നും ഒന്ന് ശരിയാക്കിയിട്ടില്ല. പക്ഷെ അത് കാണാൻ മാത്രം ഉണ്ട്. അപ്പം മുന്നത്തെ സമയത്തൊക്കെ ഭയങ്കര പ്രതാപകരമായിട്ട് തന്നെ ഉണ്ടായിരുന്ന, നല്ല രീതിയിൽ ഉണ്ടായിരുന്ന ഒരു വലിയ സ്ഥലം, നിറച്ചും കാണാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കൺസ്ട്രക്ഷനൊക്കെ ഉണ്ടായിരുന്നൊരു സ്ഥലമാണെന്ന് തോന്നി. ഇതിൻ്റെ കുറേ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു ഗൈഡിനെ കിട്ടുമെന്നൊക്കെ കുറച്ച് അന്വേഷിച്ചു. പക്ഷേ അന്ന് ഒരാളെ മറ്റോ അവിടെ ഉണ്ടായിരുന്നു. അവർ വിളിച്ചു ചോദിച്ചപ്പോൾ ഇന്ന് സൗകര്യമില്ല എന്ന് പറഞ്ഞ് അവർ വന്നില്ല. നമ്മൾ കയറി പോകുമ്പോൾ ഒരു നന്ദി സ്റ്റാച്യു, കയറുന്നിടത്ത് ഇങ്ങനെ സ്റ്റെപ്സ് അല്ല, പക്ഷെ ജസ്റ്റ് ഒരു ഇങ്ങനെ നടന്ന് പോകേണ്ടതെന്നുള്ള ഒരു വഴി, അതിൻ്റെ ഒരു കൈ പിടിച്ച് പോകാനുള്ള ഒരു കൈവരി, അതിൻ്റെ ഒരു സൈഡിൽ കൂടെ ഇറങ്ങാനും ഒരു സൈഡിൽ കൂടെ കയറാനും. പിന്നെ വലിയ ഒരു പാറയാണ്. അപ്പോൾ ആ പാറേൻ്റെ ചുറ്റും ഒരു മതിൽ പോലെ കെട്ടിയിരിക്കുന്ന കാണാം. അവിടുന്ന് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ മന്ദാരഗിരിയിൽ നിന്ന് കാണുന്ന പോലെ തന്നെ ഓൾമോസ്റ്റ് ഫുൾ തുംകൂർ നമുക്ക് കാണായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ കൺസ്ട്രക്ഷൻസ് ഒക്കെ അവിടെ മുന്നേ ഉണ്ടായിരുന്നു എന്ന് നമുക്കത് കാണുമ്പോൾ മനസ്സിലാവും. എല്ലാവരും ശരിക്കും കുറച്ച് നടന്നപ്പോൾ തന്നെ ക്ഷീണിച്ചു. ഒന്ന് വെയിൽ, പിന്നെ നല്ല സ്റ്റീപ്പാണ് താനും. പക്ഷെ ഒരു കാര്യം ഉണ്ടായിരുന്നത്, ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു വെള്ളം കുടിക്കാനോ കഴിക്കാനോ ഒക്കെ ഉള്ള സംവിധാനം ത്രൂ ഔട്ട് അങ്ങ് മുകളിൽ എത്തുന്നവരെ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് ഒന്നും കൈ കരുതിയിട്ടില്ലെങ്കിലും അത് വലിയൊരു പ്രശ്നമായിരുന്നില്ല. പിന്നെ കുറേ കൊന്നയൊക്കെ പൂത്ത് നിൽക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണ്, ഇങ്ങനെ തുറന്ന പാറയായതുകൊണ്ട് ചൂട് നമുക്ക് നന്നായിട്ട് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ദൂരം നമ്മൾ നടന്നു കഴിഞ്ഞാലും അതിൻ്റെ അടുത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വെള്ളം കുടിക്കുന്ന ഒരു സ്ഥലം, അതിൻ്റെ ഒരു ഷെയ്ഡും ഉണ്ടാകുമ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരിക്കും, പിന്നെ വീണ്ടും നടക്കും. അങ്ങനെ ആണ് ട്രക്ക് നടന്നുകൊണ്ടിരുന്നത്. ഈ ചൂടത്തും പലതരത്തിലുള്ള പൂക്കളും അതൊക്കെ നമുക്ക് കാണാൻ പറ്റി. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഒന്ന് കൊന്ന നിറച്ചും പൂത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു വയലറ്റ് കളറുള്ള ഒരു പൂവുണ്ടായിരുന്നു. ഒരു മരത്തിൽ ഇങ്ങനെ ഇള്ളി പിടിച്ച് നിൽക്കുന്ന തരത്തിൽ ഇത്ര വലിയൊരു കായ. അതിൻ്റെ പേരെന്താണെന്നറിയില്ല. ഇത് ശിവന് പൂജിക്കുന്ന എന്തോ ആണെന്നൊക്കെ പറഞ്ഞു. അത് കുറേയൊക്കെ കുരങ്ങന്മാരവിടെ താഴെ അത് പൊട്ടിച്ച് ഇട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കയറി പോകുമ്പോഴൊക്കെ ഇങ്ങനെയുള്ള ഓരോ കൺസ്ട്രക്ഷനും അങ്ങനെയൊക്കെ നമുക്ക് കാണാം. അത് ഇടിഞ്ഞു പൊളിഞ്ഞ രീതിയിലാണെങ്കിൽ പോലും വലിയ വലിയ പാറകളും അങ്ങനെയൊക്കെ
പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു ഡിഫിക്കൽട്ടി നമുക്കുണ്ടായിരുന്നത് ത്രൂ ഔട്ട് കുരങ്ങന്മാരാണ്. അപ്പം നമ്മൾ കയ്യിൽ ഒരു കാര്യം പോലും നമുക്ക് കയ്യിൽ പിടിക്കാൻ പറ്റില്ല, അപ്പം തന്നെ അവർ വന്ന് എടുത്തുകൊണ്ട് പോകും. വലിയ ശല്യമായിരുന്നു. താഴ്ന്ന ഒരു വടിയൊക്കെ എടുത്തിട്ടാണ് പോയത്. ഞങ്ങളുടെ കൂടെ വേറൊരു ആളെ നമുക്ക് താഴ്ന്ന് കിട്ടി. അയാൾ ഞങ്ങളെ ശരിക്കും കുരങ്ങന്മാരൊന്ന് പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുപോയി എന്ന് തന്നെ പറയണം. അപ്പോൾ കുറച്ച് മുന്നോട്ടൊക്കെ പോയപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം അതെടുത്ത് കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ കുരങ്ങ് കൊണ്ടുപോകുന്നുള്ള അവസ്ഥയായിരുന്നു. ഈ ഇദ്ദേഹമാണ് ഞങ്ങളെ മുകളിൽ വരെ എത്തിച്ചതും കുറേയധികം ഞങ്ങളെ കുരങ്ങന്മാരിന്ന് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരുന്നതും. അവർ നമുക്ക് ഇൻസ്ട്രക്ഷൻ തന്നുകൊണ്ടിരുന്നു. കയ്യിൽ വെക്കില്ലൊക്കെ മൊബൈല് കാര്യങ്ങളൊക്കെ ബാഗിൻ്റെ ഉള്ളിൽ വെക്കൂ, ബാഗ് എടുത്ത് മുന്നിലോട്ട് ഇടൂ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയാണ് കയറി പോകേണ്ട ഒരു സ്ഥലം. അപ്പം അതിൻ്റെ ഒരു ഒന്നും മറവില്ലാണ്ട് ഫുൾ പാറയൊക്കെ ആയിട്ട് അതിൻ്റെ ഒരു ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു. നമ്മൾ രാവിലെ തുടങ്ങിയെങ്കിൽ പോലും ഒരു കുറച്ച് കഴിയുമ്പം ചൂട് കടുത്ത് വന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു. പക്ഷെ ഇടയ്ക്കൊക്കെ ഷെയ്ഡുള്ളത് കാരണം രക്ഷപ്പെട്ടു. പിന്നെ കുറേ ആൾക്കാരുണ്ടായിരുന്നതുകൊണ്ട് കുറച്ച് സംസാരിച്ചും വെയിറ്റ് ചെയ്തും ഒക്കെ നമ്മൾ അതങ്ങ് രസകരമായിട്ട് നടന്ന് കയറി എന്ന് വേണം പറയാൻ. കിടന്നുറങ്ങാനല്ല, ഒരു 5 മിനിറ്റ് കൂടി ഇവിടെ ഇരുന്നാൽ ഞാൻ ഉറങ്ങും. ഗോവിന്ദായ നമഃ. ഇവിടെ വരെയുള്ള നടത്തം തന്നെ വലിയ ഡിഫിക്കൽട്ടായിരുന്നു എന്ന് ഞങ്ങൾ വിചാരിച്ചു. പക്ഷെ ഇത് കഴിഞ്ഞിട്ടാണ് മുഴുവൻ ആ പാറയുടെ നടുക്കെ കൂടെ സ്റ്റെപ്സ് ആക്കിയിട്ട് മുകളിലോട്ട് സ്റ്റെപ്സ് കയറേണ്ട ഒരു ഇതാണ് ഇനി ത്രൂ ഔട്ട് ഉള്ളത്. അവിടെയാണെങ്കിൽ കുരങ്ങന്മാരുടെ ഒരു വല്ലാത്തൊരു ഇതായിരുന്നു. പക്ഷെ എത്രയോ ദൂരം കയറാനുണ്ട്. അത് കാണുമ്പോൾ തന്നെ നല്ല പേടിയുണ്ടായിരുന്നു. ഇനിയുള്ള ഒരു ഇത് അതാണ് കയറാനുള്ളത്. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് മൊബൈൽ പുറത്തെടുക്കാനേ പറ്റിയില്ല. നല്ല ഡിഫിക്കൽട്ടി ആയിരുന്നു കയറാൻ. ശരിക്കും ഞങ്ങൾ കയറുന്ന ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേനും ആൾക്കാർ കയറി തിരിച്ച് ഇറങ്ങുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്കിടെ പോയിക്കൊണ്ടിരുന്നവർക്ക് അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. അമ്പലം ആയത് കാരണം അമ്പലത്തിൽ സ്ഥിരം പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെ സാധാരണ ചെരുപ്പൊക്കെ ഇട്ട് അങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്കൊക്കെ നല്ല ഡിഫിക്കൽട്ടായിട്ട് തോന്നി. കാരണം നമ്മളങ്ങനെ സ്ഥിരം ഇങ്ങനെ ഒരു കാര്യം ചെയ്യാത്തത് കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ തിരിച്ച് താഴോട്ട് ഇറങ്ങുന്ന ആൾക്കാരുടെ ഒരു തിരക്കും നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് തുംകൂറിലെത്താൻ തന്നെ ബാംഗ്ലൂരിൽ നിന്ന് 1 മണിക്കൂർ 1.5 മണിക്കൂറിൻ്റെ ഒരു സമയം വേണ്ടത് കാരണം നമ്മൾ 5 മണിക്ക് പുറപ്പെട്ടാൽ പോലും എല്ലാവരും ഒന്ന് വന്ന് താഴെ എത്തി നടന്ന് മുകളിലെത്തുമ്പോഴത്തേക്കും നല്ല സമയമായി. ആൾക്കാർ 5 മണിക്കൊക്കെ നടത്തം തുടങ്ങി താഴോട്ട് ഇറങ്ങുന്നവരായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് ആ ചൂടത്ര അനുഭവപ്പെടേണ്ടി വന്നില്ല. പക്ഷെ ഈ ഒരു ഇത് കാണുമ്പോൾ ഭയങ്കര അത്ഭുതമാണ്. കാരണം ഇത്രയും മുകളിൽ ഈ പാറപ്പുറത്ത് ഇവരെ ഇങ്ങനെ കൈവരിയൊക്കെ കെട്ടി നല്ല വൃത്തിക്ക് അതാക്കി വെച്ചിട്ടുണ്ട്. അപ്പം തന്നെ നമുക്ക് ആ അമ്പലത്തിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാവും. കുറേ അധികം ആൾക്കാർ വരുന്നതും അവിടെ എന്തൊക്കെയോ ഉത്സവങ്ങളും ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ തുംകൂറുള്ളവരോട് ശിവഗംഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവർക്കത് ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പം മുകളിലൊരു നന്ദി സ്റ്റാച്യു ഉണ്ട്, ഒരു കുന്നിൻ്റെ മുകളിൽ. അതിൻ്റെ അപ്പം തന്നെ ഒരു അമ്പലമുണ്ട്. പിന്നെ അത് കൂടാണ്ട് ഒരു 1-2 സ്റ്റാച്യു ഉണ്ട്. ഒരു ഇത് ആ സൈഡിലുണ്ട്. എല്ലാത്തിനും ഓരോ സിഗ്നിഫിക്കൻസ് ഉണ്ടാവുമായിരിക്കും. ശിവഗംഗ എൻ്റെ മുകളിലെത്തുമ്പോൾ 2600-ലധികം ഫീറ്റ് ഹൈറ്റിലാണ് നമ്മൾ എത്തുന്നത്. ദക്ഷിണ കാശിന്നും കൂടെ ശിവഗംഗ അറിയപ്പെടുന്നു എന്നാണ് പറയുന്നത്. കാരണം കുറേയധികം അമ്പലങ്ങളും നന്ദി സ്റ്റാച്യു ഒക്കെ ഇവിടെ ഉള്ളത് കൊണ്ട്. ഗംഗാധീശ്വര ടെമ്പിളാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത്. പക്ഷെ അതുപോലെ തന്നെ നന്ദിൻ്റെ സ്റ്റാച്യു ഉണ്ട്. പിന്നെ ഒരു ഗണപതിൻ്റെ അമ്പലമുണ്ട്. അങ്ങനെ കുറേയധികം അമ്പലങ്ങൾ നമുക്ക് ത്രൂ ഔട്ട് കാണാം. പിന്നെ അത് അമ്പലം സ്പിരിച്വൽ അല്ലാണ്ട് ആ ഒരു ട്രക്ക് ഭയങ്കര എന്താ പറയുക, നമ്മുടെ എൻഡ്യൂറൻസിനെ പവറിനെയൊക്കെ ചെക്ക് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ട്രക്കാണ്. അപ്പോൾ അത് നമ്മൾ കയറി മുകളിൽ എത്തുമ്പോൾ തന്നെ നമുക്ക് വലിയൊരു ആശ്വാസമോ എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റി എന്നൊക്കെ ഉള്ള ഒരു ആശ്വാസം. കുറച്ച് നല്ല എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു. ചെറിയ കുട്ടികളുണ്ടായിരുന്നു. അവരെ ഒന്ന് നമുക്ക് എന്താ എൻകറേജ് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുവരേണ്ടി വരുന്നു. കുറച്ച് അങ്ങനെ സ്ഥിരം ട്രക്കൊന്നും ചെയ്യാണ്ട് ഒരു മുട്ടിനൊക്കെ ഓപ്പറേഷനൊക്കെ ചെയ്തിട്ട് വന്നൊരു ചേച്ചിയും കൂടി ഉണ്ടായിരുന്നു. ആ ചേച്ചിയൊക്കെ കാര്യമായിട്ട് കഷ്ടപ്പെട്ടിട്ട് തന്നെ മുകളിൽ കയറി. പക്ഷെ
പക്ഷെ അത് കയറി കഴിയുമ്പോൾ ഉണ്ടായിരുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, നമുക്കത് ചെയ്യാൻ പറ്റിയെന്നില്ല. അതായിരുന്നു എല്ലാവരുടെ മുഖത്തും ഉണ്ടായിരുന്നു. പിന്നെ ചൂടായത് കാരണം നമുക്ക് ഒരുപാട് നേരം അവിടെ മങ്കീനെ കൊണ്ടുള്ള കളിയായിരുന്നു. നമുക്കൊക്കെ ശരിക്കും പേടിയാവും, പക്ഷെ ചിലർ അതിനെ നല്ല പെറ്റ് പോലെ നോക്കുന്നുണ്ടായിരുന്നു. ഒരാളുടെ തലേന്റെ മുകളിൽ കയറിയിരുന്നു മങ്കി. ഇത് അവർക്ക് ഒരു പേടിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ഇറങ്ങിപ്പോയി തലേന്ന് പേനൊക്കെ നോക്കിയിട്ട് എന്നുള്ള പോലെയാണ്. ആ പാറേൻ്റെ ഒരു വ്യൂവും അതൊക്കെ ഭയങ്കര, രണ്ട് പാറകളുടെ ഇടയിലുള്ള ഒരു ചെറിയൊരു ഹോളും അങ്ങനെയൊക്കെ കാണുമ്പോൾ നല്ലൊരു വ്യൂ ആയിരുന്നു. എനിക്കൊന്നും ഇനി എപ്പോഴെങ്കിലും ഒരു സൂര്യ ഉദയത്തിൻ്റെ സമയമോ അല്ലെങ്കിൽ അസ്തമത്തിൻ്റെ സമയമോ ഇവിടെ പോകണം. അപ്പോൾ കാണുന്ന സ്കൈൻ്റെ ഒക്കെ കളറ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ താഴോട്ട് ഇറങ്ങുമ്പോൾ അവിടെ വേറൊരു അമ്പലമുണ്ട്. അപ്പോൾ ആ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് തന്നെ ഒരു എൻട്രി ഒക്കെ ഒരു ഫീ ഒക്കെ ഉണ്ട്, ഒരു 5 രൂപ ഒരാൾക്ക് എന്നൊക്കെ ഉള്ള രീതിയിൽ. അപ്പോൾ നമ്മൾ ഓരോ പേരും നന്ദീൻ്റെ മുകളിൽ കയറി ഫോട്ടോസൊക്കെ എടുത്തു. ഒക്കെ കഴിഞ്ഞ് നമ്മൾ താഴോട്ട് ഇറങ്ങി. അപ്പോൾ താഴോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ ആ അമ്പലത്തിലും കൂടെ കയറി. പിന്നെ ഇതിൻ്റെ മുകളിൽ തന്നെ മുന്നേ കുറേ അധികം ഫിലിമിൻ്റെ ഷൂട്ടിംഗ് ഒക്കെ നടന്ന സ്ഥലമാണ്. അപ്പോൾ ഏതോ ഒരു കന്നഡ ഫിലിം സ്റ്റാർ മുന്നേ അവിടുന്ന് താഴോട്ട് ഇറങ്ങുമ്പോഴും അങ്ങനെ വീണ് മരിച്ചിട്ടുണ്ട് എന്നൊക്കെ ഉള്ളൊരു ഇതൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചും കൂടെ നമ്മൾ താഴോട്ട് ഇറങ്ങി നോക്കി. ആ പാറയൊക്കെ നിൽക്കുന്നത് ഇങ്ങനെ ഇപ്പോൾ വീണ് പോകുമെന്ന് തോന്നുന്ന തരത്തിലാണ് നിൽക്കുന്നത്. പക്ഷെ അത് എത്രയോ കാലങ്ങളായിട്ട് അങ്ങനെ തന്നെ ഒരു അനക്കവും ഇല്ലാണ്ട് പ്രകൃതിൻ്റെ അത്ഭുതം പോലെ നിൽക്കുന്ന കുറേ അധികം കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. വലിയ ഉരുണ്ട കല്ലൊക്കെ കാണുമ്പോൾ വിചാരിക്കും ഇപ്പം ഇത് ഉരുണ്ട് താഴെ പോകുന്നു. പക്ഷെ അതിൻ്റെ ഒരു സ്റ്റെബിലിറ്റി അതൊക്കെയാണ് നമ്മൾ മുകളിൽ കയറുമ്പോൾ കാണുന്നത്. പിന്നെ നമ്മൾ താഴെ ഇറങ്ങി അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഇങ്ങനെ കൈ ഇട്ടില് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെള്ളം ഉണ്ട് എന്നാണ് പറയുന്നത്, നീരുറവയുണ്ട്. അപ്പോൾ അത് നീരുറവ നമുക്ക് കൈ കൊണ്ട് തൊടാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ഭയങ്കര ക്യൂരിയസ് ആയിട്ട് എല്ലാവരും ചെയ്യുന്ന കാര്യമായിരുന്നു എന്ന് തോന്നുന്നു. ഞാൻ അമ്പലത്തിൽ പോയി വന്നപ്പോൾ ആരൊക്കെയോ എന്നോട് ചോദിച്ചു. പക്ഷെ ഞങ്ങളൊന്നും ട്രൈ ചെയ്തിട്ട് കിട്ടിയേ ഇല്ല. പക്ഷെ ഞങ്ങളുടെ കൂടെ വന്ന അദ്ദേഹം അത് കൈ താഴെ ഇട്ടപ്പോൾ ശരിക്കും അയാൾക്ക് കിട്ടി. എനിക്കൊന്നും അവർക്ക് നല്ല പ്രാക്ടീസ് ഉള്ളതുകൊണ്ടായിരിക്കും തോന്നുന്നുണ്ട്. അവരെന്നിട്ട് നമ്മൾ എല്ലാവരും ട്രൈ ചെയ്തു. ആരുടെ കൈയും ഈ ഷോൾഡർ കഴിഞ്ഞിട്ട് അതിനകത്ത് പിന്നെ ഇടാൻ പറ്റില്ലല്ലോ, നമുക്ക് ടച്ച് ചെയ്യാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം നല്ലൊരു അനുഭവമായിരുന്നു. ചൂടും കുറച്ചൊരു ഡിഫിക്കൽട്ടിയും ഒഴിച്ചു കഴിഞ്ഞാൽ വി ഹാഡ് ലൈക്ക് ഫൺ ട്രെക്ക്. പിന്നെ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ശിവഗംഗ ട്രെക്ക് ചെയ്യാൻ പോകണമെന്ന് എല്ലാവരും മനസ്സിൽ കരുതിയിട്ട് തിരിച്ചിറങ്ങി. അങ്ങനെ ഇതൊക്കെയാണ് ശിവഗംഗ ട്രെക്കിൻ്റെ വിശേഷങ്ങൾ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.